ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചിറ്റൂസ് ഡയറി വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബുക്ക് മാർക്സ് ആണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എവിടെയാണ് പഠിച്ചത് ഒന്നും നമുക്ക് ഓർക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബുക്ക് മാർക്സ് ഉണ്ടാക്കുന്നത്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞ വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഗേളിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഗേളിൻ്റെ ഫോട്ടോ, അതായത് നമുക്ക് ആ ഗേളിൻ്റെ ഫോട്ടോ വരച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്തതാണ് ഇതിൽ. എന്നിട്ട് നമുക്കത് ആ ഒരു ഗേളിൻ്റെ ഫോട്ടോ കട്ടി വേണമെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് പീസോ അല്ലെങ്കിൽ കട്ടിലെ പേപ്പേഴ്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് അതിന് ഒട്ടിച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ ഈ ഐസ്ക്രീം സ്റ്റിക്കുമ്മേ ഈ ഗേളിനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്റ്റാർസിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ 2 ബുക്ക് മാർക്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ബുക്ക് മാർക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് നമ്മൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് എൻ്റെ എന്താ ഓണാവാത്ത എനിക്കറിയില്ല. ഞാൻ കുറേ നോക്കിയിരുന്നു. ഞാൻ ഓണാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ തുറന്നാൽ ഇപ്പോൾ കിട്ടുകയും ചെയ്തു. അപ്പോൾ നമുക്കിനി അടുത്ത ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ നോക്കാം. മറ്റേത് നമ്മൾ ഉണ്ടാക്കിയത് ഒരു ക്യൂട്ട് ഇതായിരുന്നു. ഇത് ഈ സ്റ്റിക്കറിൻ്റെ ബാക്കിൽ ഉണ്ടാവുന്ന ബോർഡാണ്. ഞാൻ കുറച്ച് കട്ടിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് എസ്തറ്റിക് കളേഴ്സൊക്കെ എടുത്തിട്ട് അതിലൊന്ന് നല്ല രസത്തിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പെയിൻറ്റ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ സ്കെച്ച് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. നമ്മൾ ഈ ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക്, വയലറ്റ് ഈ കളേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ലൈൻസ് വരയ്ക്കുന്നത് നിങ്ങളെ കാണിക്കാൻ മറന്നു പോയതാണ്. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു കാർഡ്ബോർഡിൽ ഈ ഒരു ഇതിൻ്റെ ഹോളന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ റിബൺ കൊണ്ട് ഇതാക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോള് അതിൽ ഒന്നുണ്ടാക്കി കൊടുത്താൽ മതി. അത് ആ റിബൺ കെട്ടിയിട്ട് ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഒരിത്. രണ്ടാമത്തെ ബുക്ക് മാർക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞു ഇതിൽ 2 എണ്ണമാണ് ഉള്ളതെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മറന്നതായിരുന്നു. പിന്നെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ കവറാണ് ഈ ഒരു കവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിക്കറിൻ്റെ കവറും ആ സ്റ്റിക്കറും കൊണ്ട് നല്ല ഉപയോഗമുണ്ട്. ബുക്ക് മാർക്സൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ 3 ബുക്ക് മാർക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കാണാം. ഫസ്റ്റ് ഈ കവർ എടുത്തിട്ട് ഈ ഒരു സൈഡൊന്ന് വെട്ടിക്കൊടുക്കാം. ഇതിലും ഹോളുണ്ട്, അതും കൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മൾ കുറച്ച് ജേർണൽ ഐറ്റംസാണ് ഇതിലേക്ക് വയ്ക്കുന്നത്.
കാരണം നമ്മൾ കുറച്ച് ഞാൻ ഫസ്റ്റ് വിചാരിച്ച ബ്ലൂ ഐറ്റംസിൽ നമുക്ക് ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്നായിരുന്നു. പക്ഷേ ബ്ലൂ എല്ലാത്തിലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് പിന്നെ ഞാൻ ഓരോന്നായിട്ട് പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ കാണുക. പിന്നെ അതിൻ്റെ തലപ്പത്തൊന്ന് മുറിച്ചിട്ട് ഈ 2 റൗണ്ട്സ് ഒന്ന് അതിൽ വെച്ച് കൊടുക്കുക. ഞാൻ ഫസ്റ്റ് 2 വയ്ക്കാൻ വിചാരിച്ചത്, പിന്നെ അത് വെച്ചിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.